മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. വീടുകൾ നിശ്ചിത സമയത്തിനകം തന്നെ കൈമാറാനാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. ഷഫീദ്, ആദ്യഘട്ട വിതരണം എന്ന നിലയിൽ 178 വീടുകൾ കൈമാറാൻ ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് അവലോകന യോഗത്തിൽ പ്രധാനമായും പറഞ്ഞത്? സുഹൈല്, നേരത്തെ തന്നെ ഈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആശങ്കകളും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയത്. ഒന്നാം ഘട്ടത്തിൽ കൈമാറാൻ തീരുമാനിച്ച വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു വരികയാണ്. അടിയന്തരമായി അതിന്റെ എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വീടുകൾ നിശ്ചിത സമയത്തിനകം തന്നെ കൈമാറാനാകണമെന്നും മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം ഇന്ന് മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, എ കെ ശശീന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി, എം ബി രാജേഷ്, ഒ ആർ കെലു എന്നിവർ പങ്കെടുത്തു. കൂടാതെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സുഹൈൽ, എന്ന് വിതരണം ചെയ്യുന്ന തീയതിയെക്കുറിച്ച് ധാരണയായിട്ടില്ല. എത്രയും വേഗത്തിൽ ഈ ആദ്യഘട്ട വീട് വിതരണം ഉണ്ടാകണം എന്നാണ് മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചത്. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.